ഗാസയിൽ ഇസ്രായേൽ സൈന്യം കൂട്ടക്കുരുതി നടത്തുമ്പോഴും ഇസ്രായേലിനെ നിരന്തരം ആക്രമിക്കുകയാണ് യമനിലെ ഹൂത്തികൾ. ഇസ്രായേലിൻ്റെ തെക്കൻ തുറമുഖ നഗരമായ എയ്ലാറ്റിൽ ഹൂത്തികളുടെ ഡ്രോൺ ഇടിച്ച് 24 പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേലിൻ്റെ ആംബുലൻസ് സർവീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. 2 പേരുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ ഡ്രോൺ സാധാരണയിലും വളരെ താഴ്ന്നു പറന്നതുകൊണ്ട് ഇസ്രായേലിൻ്റെ പേരുകേട്ട അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് അതിനെ തടയാൻ സാധിച്ചില്ലെന്നാണ് ഇസ്രായേലി ആർമി റേഡിയോ റിപ്പോർട്ട് ചെയ്തത്. ആക്രമണത്തിൽ പരിക്കേറ്റവരെ അടുത്തുള്ള യോസഫ് താൽ ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. യമനിൽ നിന്നാണ് ഈ ഡ്രോൺ വിക്ഷേപിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഈ ഡ്രോൺ ആക്രമണത്തെ തടയാൻ കഴിഞ്ഞില്ലെന്നാണ് പ്രാഥമിക അന്വേഷണത്തെ ഉദ്ധരിച്ച് ഇസ്രായേൽ ഹയോം റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകളിൽ ഈ ഡ്രോൺ ആകാശത്തിന് മുകളിലൂടെ പറക്കുന്നത് കാണാം. അതിനുശേഷം വലിയൊരു സ്ഫോടന ശബ്ദത്തോടെ അത് ഇടിച്ചു വീഴുന്നുണ്ട്. യമനിലെ ഹൂത്തികൾ അയച്ച ഒരു ഡ്രോൺ ഇസ്രായേൽ വെടിവെച്ച് വീഴ്ത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഹൂത്തികളാണ് ഇതിന് പിന്നിലെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി സൈന്യത്തിൻ്റെ നിരീക്ഷണ കേന്ദ്രം തകർത്തതായി അൽഖുസ് ബ്രിഗേഡ്സിൻ്റെ റാമല്ല ബറ്റാലിയൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു. സത്താഹ് മെറുവ പ്രദേശത്താണ് സംഭവം നടന്നത്. യന്ത്രത്തോക്കുകളും മറ്റും ഉപയോഗിച്ചായിരുന്നു ഈ ആക്രമണം നടത്തിയത്. നിരവധി ഇസ്രായേലി സൈനികർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിൽ ജൂത കുടിയേറ്റം വ്യാപകമാക്കുന്നതിനെ തുടർന്ന് കൂടുതൽ ആക്രമണങ്ങൾ ഇനിയും നടത്തുമെന്നും ഈ ബറ്റാലിയൻ അറിയിച്ചിട്ടുണ്ട്. ഗാസയിൽ അധിനിവേശം നടത്തുന്ന ഇസ്രായേലി സൈന്യത്തിൻ്റെ മെർക്കാവ ടാങ്കും ഹമാസിൻ്റെ അൽഖസാം ബ്രിഗേഡ്സ് തകർത്തിട്ടുണ്ട്. യാസിൻ 105 മിസൈൽ ഉപയോഗിച്ചാണ് തെല്ലൽ ഹവ പ്രദേശത്ത് ആക്രമണം നടത്തിയത്. ഈ സംഭവത്തിന് ശേഷം പ്രദേശത്തേക്ക് പാഞ്ഞെത്തിയ ഇസ്രായേലി സൈനിക വാഹനത്തെയും അൽഖസാം ബ്രിഗേഡ് ആക്രമിച്ചു. കർണി പ്രദേശത്ത് ഇസ്രായേലി സൈനികർ കൂട്ടം കൂടി നിൽക്കുന്ന പ്രദേശത്തേക്ക് 114 mm റജൂം റോക്കറ്റുകളും ഇവർ വിക്ഷേപിച്ചിരുന്നു. വെസ്റ്റ് ബാങ്കിലെ യോന ഗ്രാമത്തിൽ നിന്നും ഒരു മിസൈൽ പിടിച്ചെന്ന് ഇസ്രായേലി സൈന്യം അവകാശപ്പെടുന്നു. 2023 ഒക്ടോബർ 7 തൂഫാനുൽ അക്സ ഓപ്പറേഷന് മുമ്പ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ മിസൈലാണ് ഇതെന്ന് ഇസ്രായേലി സൈന്യം പറയുന്നു. കഴിഞ്ഞ ആഴ്ച വെസ്റ്റ് ബാങ്കിലെ വിവിധ പലസ്തീനി ഗ്രാമങ്ങളിൽ നിന്നും ഗാസയിൽ ഹമാസ് ഉപയോഗിക്കുന്ന ഖസം മിസൈലുകൾ കണ്ടെത്തിയിരുന്നു. ഒരു മിസൈൽ ബെന്യാമിൻ പ്രദേശത്തേക്ക് വിക്ഷേപിച്ചപ്പോഴാണ് വെസ്റ്റ് ബാങ്കിൻ്റെ മിസൈൽ ശേഷിയെക്കുറിച്ച് ഇസ്രായേലി സൈന്യം മനസ്സിലാക്കുന്നത്. ഇസ്രായേലിനെ ദ്രോഹിക്കുന്നവർക്ക് 7 മടങ്ങായി തിരിച്ചടി നൽകുമെന്നാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത്. ഓഗസ്റ്റ് അവസാനം യമനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹൂതികളുടെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി കൊല്ലപ്പെട്ട കാര്യവും ഇസ്രായേൽ കാറ്റ്സ് എടുത്തു പറഞ്ഞു. അന്ന് പ്രതികാരമായിട്ട് യമനിൽ ഇസ്രായേൽ നിരവധി ആക്രമണങ്ങൾ നടത്തുകയും പ്രധാനമന്ത്രി ഉൾപ്പെടെ ഹൂത്തി ഭരണകൂടത്തിലെ നിരവധി അംഗങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്തു. 2023 നവംബർ മുതൽ ഹൂത്തികൾ ഇസ്രായേൽ കപ്പലുകളെ ചെങ്കടലിൽ വെച്ച് ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് ഹൂത്തികളുടെ ആക്രമണം. അതേസമയം ഗാസ സിറ്റിയിൽ നിന്നും മാറിയ പലസ്തീനികൾക്കൊപ്പം ഇസ്രായേലിൻ്റെ ചാരന്മാരും ഉണ്ടെന്ന് ഹമാസ് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്തരക്കാരായ ചിലരെ തങ്ങൾ പിടികൂടിയിട്ടുണ്ട്. ജനങ്ങൾ ഇനിയും ജാഗ്രത പാലിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു.